നമ്മൾ ഒരു വലിയ പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തളിയനച്ഛനിവിടെ പറഞ്ഞ വളരെയേറെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ 7 വർഷമായിട്ട് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടി വരുന്ന നമ്മൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുവാൻ സിനഡ് നമ്മളെ നിർബന്ധിച്ചു. നമ്മളതിന് വശംവദരായി എന്നുള്ളതാണ് ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള രഹസ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മോസസിനെ ദൈവം വിളിക്കുന്നുണ്ട്. എന്തിനാണ് മോസസിനെ വിളിച്ചതെന്ന് മോസസിനോട് ദൈവം പറഞ്ഞു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അനുഭവിക്കുന്ന കഠിന യാതനകൾ, വേദനകൾ, അവരുടെ യജമാനന്മാർ അവരുടെ മേൽ പുലർത്തുന്നതായിട്ടുള്ള താണ്ഡവമാടുന്ന രീതിയിലുള്ള അനീതിപരമായിട്ടുള്ള അവരോടുള്ള അക്രമങ്ങൾ, അവരുടെ കണ്ണീരെല്ലാം ദൈവസന്നിധിയിലെത്തിയിരിക്കുന്ന പ്രലാപത്തിൻ്റെ നെടുവീർപ്പുകൾ, ഇതെല്ലാം തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ടാണ് മോസസിനെ ദൈവം വിളിക്കുന്നതെന്ന് പറഞ്ഞു. മുൾപ്പടർപ്പിൽ നിന്ന് മോസസിനെ വിളിച്ച ദൈവം ഇന്ന് ജോയിസ് കൈതക്കോട്ടിലച്ഛനെ ഈ സമരപ്പന്തലിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അച്ഛനോടൊപ്പം നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ഈ അനീതിക്കും അധർമ്മത്തിനും എതിരെയുള്ള പോരാട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ചെങ്കടലിൽ ഫറവോയെയും കൂട്ടരെയും ആഴ്ത്തിക്കൊന്ന ദൈവം തീർച്ചയായിട്ടും ഇതിനൊരു വിരാമം ഉണ്ടാക്കി തരുമെന്നുള്ളതിന് നമുക്കൊക്കെ പ്രത്യാശിക്കും. കാരണം ചെങ്കടൽ പിളർന്ന് മോസസിനെയും ഇസ്രായേൽ ജനത്തെയും ദൈവം രക്ഷിക്കാൻ മുതിർന്നുവെങ്കിൽ ഈ അങ്കമാലി മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം വളരെയേറെ വിശിഷ്ടമായിട്ടുള്ള പുണ്യഭൂമിയാണെന്നും മാത്രമല്ല, വിമോചന സമരത്തിന് വേണ്ടി 7 സഹോദരങ്ങൾ തങ്ങളുടെ ജീവൻ കൊടുത്ത ഭൂമിയാണ്. അന്നത്തെ ഗവൺമെൻറ് നടമാടിയ അക്രമവും അനീതിയും മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ സമീപനങ്ങളെയും വെല്ലുവിളിച്ച് അവർ ആ പോരാട്ടത്തിൽ രക്തം ചൊരിയേണ്ടി വന്നുവെങ്കിലും ആ പോരാട്ടം വിജയത്തിലെത്തുകയാണ് ചെയ്തത്. ആ മിനിസ്ട്രി അതോടുകൂടി അവസാനിക്കുകയെന്നുള്ള എല്ലാം ചരിത്രത്തിൽ നമുക്കറിയാം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. കാരണം എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മൗണ്ടിൻ്റെ രംഗം ഞാൻ ദർശിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ഓരോ പിതാക്കന്മാർക്കും ഓരോ വണ്ടി പോലീസ്. ആടിൻ്റെ മണമറിയണമെന്ന് ഇടയന്മാരോട് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, പോലീസിൻ്റെ മണമറിഞ്ഞിട്ട് വേണം നമ്മുടെ സിനഡിലേക്ക് പോകാനെന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ അതിരൂപതയ്ക്കുണ്ടായിരുന്ന വലിയൊരു സുതാര്യതയുണ്ട്, ട്രാൻസ്പെറൻസി. ഞാൻ ആ അതിരൂപതയിൽ 7 വർഷം ജീവിക്കാൻ ഇടവന്ന വ്യക്തിയായതുകൊണ്ട്, അതും പുണ്യശ്ലോകനായ വർക്കിപ്പിതാവിൻ്റെ കൂട്ടത്തിൽ അതിന് മുമ്പത്തെ പാരമ്പര്യങ്ങൾ ഏറ്റുവാങ്ങിയ പഴയപറമ്പി പിതാവിൻ്റെയും കണ്ടത്തി പിതാവിൻ്റെയും അറേക്കാട്ടി പിതാവിൻ്റെയും പടിയറ പിതാവിൻ്റെയും പിന്തുടർച്ചക്കാരായിരുന്ന പിതാവിൻ്റെ കൂട്ടത്തിൽ ആ നല്ല മുറിയിൽ ഉറങ്ങിയ കാലഘട്ടവും അവിടെ പ്രവർത്തിച്ച കാലഘട്ടവും എല്ലാവർക്കും ഒരുപോലെ ഏത് പാതിരായ്ക്കും ഏത് സമയത്തും കടന്നു വരാമായിരുന്ന, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരുന്ന, അതും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അനാഥർക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കും അനീതിയിൽ അകപ്പെട്ടു പോയവരെയും രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്നിരുന്ന അതിരൂപത ഇന്ന് കള്ളന്മാരുടെയും അതുപോലെ തന്നെ അനീതിയും അഴിമതിയും പ്രവർത്തിക്കുന്നവരുടെയും കേളിരംഗമായി എന്ന് പറയുമ്പോൾ നമ്മുടെ അതിരൂപത നമുക്കറിയാം ലോകത്തിലെ തന്നെ ശിരസ് ഉയർത്തി നിർത്തുന്ന പ്രാധാന്യമേറിയ അതിധാർമ്മികതയിലും ജീവിതത്തിൻ്റെ നന്മയിലും അതിൻ്റേതായ സൽകീർത്തികളിലുമെല്ലാം ഉയർന്നു നിന്ന ആ അതിരൂപയുടെ ശിരസ് വെട്ടിമാറ്റിയിട്ട് അവിടെ ആരുടെയൊക്കെ ശിരസ് കൊണ്ട് സ്ഥാപിച്ചു. അത് അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പേര് കൊടുത്തു. അവർക്ക് ചെയ്യാവുന്ന എല്ലാ അക്രമവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരപ്പന്തലിയിൽ ആയിരിക്കുക. ഇതിനെ നേരിടാൻ നമുക്ക് കഴിയും, ഇതിനെ നമുക്ക് വിജയിക്കാനാവും എന്നുള്ള വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ പ്രാർത്ഥനയും ജോയിസ് അച്ഛൻ്റെ വലിയ ഈ ത്യാഗം നിറഞ്ഞ നിരാഹാര ദിവസങ്ങളുമെല്ലാം ഇതിന് എല്ലാ വിധത്തിലുള്ള ഊർജവും പകരട്ടെ. ഇതിനെ നിർബന്ധിച്ച സിനഡ് അംഗങ്ങൾക്ക് ഇത് കണ്ണു തുറന്ന് കാണുവാനുള്ള ഒരവസരമായി മാറട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുള്ളൂ.